വനിതാ സംവരണ ഭേദഗതി ബില്ലിൽ കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് രാഹുൽ ഗാന്ധി. ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം തന്നെ മാറ്റിവരിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി ആഞ്ഞടിച്ചു. അസമിലും ജമ്മു കശ്മീരിലും ഇതിനാണ് ശ്രമിച്ചത്. ഇത് രാജ്യവിരുദ്ധ നീക്കമാണ്. ലോക്സഭയിൽ അവതരിപ്പിച്ച ബില്ല് വനിതാ സംവരണ ബില്ലല്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. രാഷ്ട്രീയ ലക്ഷ്യം നേടാൻ സർക്കാർ സ്ത്രീകളെ മറയാക്കുകയാണ്. OBC വിഭാഗത്തിന് അവകാശം നിഷേധിക്കുന്നത് സർക്കാരിന്റെ അജണ്ടയാണെന്നും ഭരണഘടനയ്ക്ക് മേൽ മനുവാദം അടിച്ചേൽപ്പിക്കാൻ ശ്രമം നടക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. അടുത്ത 1 മണിക്കൂറിൽ ഈ ബില്ല് പരാജയപ്പെടുമെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. Attempt to change the electoral map of India using and hiding behind India's women. And actually it is a shameful act, and that is the brutal, cruel, unforgiving treatment of the OBC community, of the Dalit community and other communities. Is they are trying to avoid giving power, giving representation to my OBC brothers and sisters and to take away power from them. This is the agenda over here. The truth is the magician has been caught. The magician of Balakot, the magician of demonetization, the magician of Sindoor has suddenly got caught. Why? Because he was that they think they are the people of India. You are not the people of India. The people of India are something else. They also think that they are the armed forces. You are not the armed forces. The armed forces are something else. You are a political organization. You are not India and you are not the armed forces of India. We are not attacking the people of India. We are not attacking the armed forces of India. We are attacking you. Do not hide behind the people of India or behind the armed forces. വിവരങ്ങളുമായി ധനസുമോദ് ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ധനസുമോദ്, രാഹുൽ ഗാന്ധി സംസാരിക്കവേ ഒന്നിലധികം തവണയാണ് ഭരണപക്ഷത്തു നിന്നുള്ളവർ ആ പ്രസംഗത്തെ തടസ്സപ്പെടുത്തിയത്. സംസാരിച്ചുകൊണ്ടിരിക്കവേ എന്തൊക്കെ കാര്യങ്ങൾ പരാമർശിച്ചതാണ് ഭരണപക്ഷത്തെ ചൊടിപ്പിച്ചത്? ഇപ്പോൾ ഈ സംവാദത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 1 മണിക്കൂറിൽ തന്നെ വോട്ടെടുപ്പ് നടക്കും. വനിതാ സംവരണ ബിൽ വോട്ടെടുത്ത് പരാജയപ്പെടുത്തും, ഈ ഭേദഗതി ബിൽ പരാജയപ്പെടുത്തും എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം ഇന്ന് രാവിലെ മുതൽ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്. രാഹുൽ ഗാന്ധി പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് ഇത് ഒരു കാരണവശാലും ഇതിനെ വനിതാ സംവരണ ബില്ല് എന്ന് പറയാനാവില്ല. വനിതാ സംവരണ ബില്ലാണ് നിങ്ങൾ അവതരിപ്പിക്കണമെങ്കിൽ ഈ 543 എന്നുള്ള സീറ്റ് 850 വർദ്ധിക്കാതെ നിലവിലെ 543-ൽ 33% സംവരണം ഏർപ്പെടുത്തുകയാണെങ്കിൽ അതിന് വനിതാ സംവരണ ബില്ലെന്ന് പറയാം. അത് തങ്ങൾ സർവാത്മന അംഗീകരിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടിയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. മാത്രമല്ല അദ്ദേഹം നരേന്ദ്രമോദിയെ, പ്രധാനമന്ത്രിയെ നേരിട്ട് ആക്രമിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയത്. ഇരുട്ടിന്റെ ശക്തികളോട് സഹായം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു മജീഷ്യനെ പോലെയാണ് ഈ നരേന്ദ്രമോദി പെരുമാറുന്നത്. ഈ മജീഷ്യന് പല തരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. ബിസിനസ്സുകാരുമായി ബന്ധമുണ്ട്. മാത്രമല്ല ബാലാക്കോട്ടിലും ഓപ്പറേഷൻ സിന്ദൂരിലും ഈ മജീഷ്യൻ അദ്ദേഹത്തിന്റെ വൈഭവം പ്രകടിപ്പിച്ചു എന്ന് ചൂണ്ടിക്കാണിയപ്പോൾ തന്നെയാണ് ഈ MP-മാർ, ഈ ഭരണപക്ഷ MP-മാരും മന്ത്രിമാരും അടക്കമുള്ളവർ ക്ഷുഭിതരായി എഴുന്നേറ്റത്. പ്രധാനമന്ത്രിയെ അപമാനിക്കുന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മാപ്പ് പറയണം എന്നായിരുന്നു രാജ്നാഥ് സിംഗിന്റെ ആവശ്യം. കിരൺ റിജിജുവും ഇതുതന്നെയായിരുന്നു പ്രധാനമായും ആവശ്യം ഉന്നയിച്ചത്. ഒരു കാരണവശാലും നിലവിലെ സാഹചര്യത്തിൽ ബില്ല് അവതരിപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. മാത്രമല്ല ഇത് പരാജയപ്പെടുന്നത് ഒരു 30-40 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് പരാജയപ്പെടുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. മാത്രമല്ല ഈ ബില്ല് കൊണ്ടുവരുന്നതിന് ചില കാര്യങ്ങൾ അട്ടിമറിക്കാൻ വേണ്ടിയാണ്. അതായത് രാജ്യത്ത് കാസ്റ്റ് സെൻസസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ജാതി സെൻസസ് വന്നതിന് ശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ പല സീറ്റുകളും OBC-കൾക്ക് കൊടുക്കേണ്ടതുണ്ട്, അധികാരം പങ്കിടേണ്ടതുണ്ട്, ദളിതർക്ക് അധികാരം കൊടുക്കേണ്ടതുണ്ട്. ആ തരത്തിലുള്ള അധികാര കൈമാറ്റത്തിന് കഴിയാത്ത
ഈ മനുവാദികളായ ആളുകളാണ് ഈ ഭരണഘടനയെ അട്ടിമറിക്കാൻ വേണ്ടി ഇപ്പോൾ ഈ ബില്ലുമായി മുന്നോട്ട് പോകുന്നത്. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ സഭയിൽ പറഞ്ഞു വെച്ചത്. ഇപ്പോൾ അന്നപൂർണ ദേവി, BJPയുടെ അന്നപൂർണ ദേവി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട വോട്ടെടുപ്പ് ഉണ്ടാകും. പക്ഷെ വോട്ടെടുപ്പ് ഉണ്ടാകുമ്പോൾ തങ്ങൾ പാടെ എതിർക്കുന്നു എന്ന് തന്നെയാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. സാധാരണ ഭരണഘടനാ ഭേദഗതി ബില്ല് ഏതെങ്കിലും തരത്തിലുള്ള പാസ്സാക്കണമെങ്കിൽ പ്രതിപക്ഷത്തു നിന്നുള്ള പാർട്ടി അംഗങ്ങൾ ബില്ലിനെ അല്ലെങ്കിൽ ഈ സംവരണ ഭേദഗതി ബില്ലിനെ പ്രതിപക്ഷത്തു നിന്നുള്ള ഓരോരുത്തരും ശക്തമായി എതിർത്തപ്പോൾ അതിനെ എങ്ങനെയൊക്കെയാണ് ഭരണപക്ഷത്തു നിന്ന് പ്രതിരോധിച്ചത്? ഈ ഭരണപക്ഷത്തു നിന്ന് BJP എംപിമാരാണ്, വനിതാ എംപിമാരെ കൊണ്ടാണ് അവർ സംസാരിപ്പിച്ചത്. മാത്രമല്ല കഴിഞ്ഞ 40 വർഷമായി ഈ ഭരണഘടനയിൽ ഈ വനിതാ സംവരണം എന്നുള്ളത് നടപ്പാക്കാൻ പല തവണ ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ ഇതൊന്നും ഇതുവരെ നടപ്പിലായില്ല എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ അന്നപൂർണ ദേവി പറഞ്ഞത്. നേരത്തെ സംസാരിച്ച ഹേമാമാലിനിയും പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഇതൊരു സുവർണ അവസരമാണ്, ഇത് പാസ്സാക്കാനുള്ള ഒരു അവസരമാണ്. അതുകൊണ്ട് ഇത് പാസ്സാക്കാൻ വേണ്ടി എല്ലാ എംപിമാരും അംഗീകരിക്കണം, അവർ താല്പര്യപ്പെടണം എന്ന് തന്നെയാണ് പറഞ്ഞത്. മാത്രമല്ല ഈ സംവാദം നടക്കുമ്പോൾ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു എക്സിലെ ഒരു കുറിപ്പുണ്ടായിരുന്നു. ഈ നമ്മുടെ നാട്ടിലെ ഈ സ്ത്രീകളുടെ ഒരു രോഷം മനസ്സിലാക്കണം, സ്ത്രീ ശക്തിയെ വ്രണപ്പെടുത്തുന്ന ഒരു കാര്യവും എംപിമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്. അതുകൊണ്ട് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ് ഈ ബില്ലിന് വോട്ട് ചെയ്യണമെന്ന്. അതായത് ഈ ബില്ലിന് വോട്ട് ചെയ്യുന്നവർ ചെയ്യാത്തവർ എന്ന രീതിയിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കാര്യങ്ങൾ എത്തിച്ചേരുകയാണ് BJPയുടെ ലക്ഷ്യം. അത് തന്നെയാണ്. ഇത് പാസ്സായാലും ഇല്ലെങ്കിലും ഈ സ്ത്രീ സംവരണത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയ തങ്ങൾ അവസാന നിമിഷം വരെ ഈ വനിതാ ബില്ലിന് വേണ്ടി പോരടിച്ചു. പക്ഷേ ഒരു കൂട്ടം രാഷ്ട്രീയക്കാർ അത് ഇല്ലാതാക്കിയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ BJP മുന്നോട്ട് പോകുന്നത്. ഈ വാദത്തിലെ അപകടം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വനിതാ ബില്ലിന് ഞങ്ങൾ അനുകൂലിക്കുന്നു, പക്ഷേ അത് 543-ലെ 33% വേണ്ടത്, അല്ലാതെ വളഞ്ഞ വഴിയിലൂടെ സീറ്റ് വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള 850-ലേക്ക് ഉയർത്തിക്കൊണ്ട് അതിനുശേഷമുള്ള ഒരു സംവരണമല്ല വേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്.